ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു വ്യത്യസ്ത വ്ളോഗാണ് കേട്ടോ. ഒരു കിളിക്കുഞ്ഞിനെ എനിക്കിന്ന് കിട്ടും. തൊട്ടപ്പുറത്തെ ചേട്ടൻ പുല്ലൊക്കെ വെട്ടി അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മക്കിളി കൊണ്ടുവന്ന കിളിയാണ്. അതിൽ ഒന്നും വെള്ളത്തിൽ വീണിച്ചത്. പിന്നെ ഒരു കുഞ്ഞിക്കിളിയുണ്ട്. ആ കുഞ്ഞിക്കിളി അവിടെ കരയും. ഈ ചേട്ടൻ അതിനെ എടുത്ത് കൂടിൻ്റെ ഇവിടുത്തെ അമ്മ കൊണ്ടുവന്ന് വെക്കുകയൊക്കെ ചെയ്തു. ഇതായിരിക്കില്ലേ അതാണ് കേട്ടോ പക്ഷി. അത് കഴിഞ്ഞിട്ട് സെറ്റപ്പൊക്കെ ചെയ്ത പിന്നെ ഇവൻ കുറേ നേരം എൻ്റെ നായ്ക്കുട്ടിയുടെ കൂടിൻ്റെ മുകളിൽ വെച്ചിട്ട് പോയി ചേട്ടൻ സന്ധ്യയായിട്ടും പോണില്ല. അപ്പോൾ എടുത്തിട്ട് പോകാൻ ആ കിളികൾക്കും പറ്റും. അവരിങ്ങനെ പറഞ്ഞു കൊടുക്കാം, അമ്മക്കിളിയും അച്ഛൻകിളിയും കൂടെ. അപ്പോൾ പിന്നെ ഞാൻ കുറേ നേരം സന്ധ്യയായപ്പോൾ കണ്ടിട്ട് ഇതിനി എന്ത് ചെയ്യും, പോകുന്നുമില്ല. അതിങ്ങനെ നീങ്ങി വന്ന് താഴെ വീഴും, പറന്നു പോകാനും ആയിട്ടില്ല. അപ്പം എനിക്ക് എൻ്റെ ഒരു അനിയൻകുട്ടനുണ്ട് പക്ഷികളൊക്കെ വളർത്തുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ ഒരു കൂട് തൊണ്ടൊക്കെ ചകിരി ഒക്കെ വെച്ചിട്ട് ഞാൻ നോക്കിയിട്ട് തൊണ്ടും കാണാനില്ല. അപ്പം ഞാൻ പിന്നെ ഈ സെറ്റപ്പാക്കി. ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റിൻ്റെ ഒരു തട്ടാണത്. അതിനെടുത്ത് നമുക്ക് കടയിൽ നിന്നൊക്കെ വലിച്ച് ടാഗ് ചെയ്ത് കിട്ടില്ലേ, മാളിലൊക്കെ ചെല്ലുമ്പോൾ അത് വെച്ചെന്ന് വലിച്ചു കിട്ടി വാഴയില ഉണങ്ങിയതിനെ കീറി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിലിട്ടിട്ട് കുഞ്ഞുങ്ങളെ പതുക്കെ പിടിച്ചപ്പോൾ അയ്യോയോ എന്നൊക്കെ കരഞ്ഞു. അപ്പോൾ അതിൻ്റെ അമ്മക്കിളിയൊക്കെ അവിടെ കഴിഞ്ഞപ്പോൾ ഇല്ലില്ല ഉപദ്രവിക്കാനാണ് ഇവിടെ കൊണ്ടാക്കിയപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ആദ്യമൊക്കെ ആ തുമ്പത്ത് നിന്ന് നിൽക്കുന്നവർ കരഞ്ഞു. പിന്നെ ഇങ്ങനെ കക്ഷി ഇവിടെ ഇരിപ്പായി ചെറിയ പിന്നെ എനക്കില്ലേ നോക്കും. പതുക്കെ നോക്കുമ്പോൾ ആ ഇലയുടെ ഉള്ളൊക്കെ പേടിച്ചിട്ട് ആദ്യമൊക്കെ ഒന്ന് ചാടിയൊക്കെ പോയി. ഞാൻ കൈ കൊണ്ടൊക്കെ പിടിച്ചുകൊണ്ടേക്കും. അതിൻ്റെ ഉള്ളിൽ അങ്ങനെ സ്വസ്ഥമായിരിക്കുമ്പോൾ കിളികൾ അതിൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇതിനകത്ത് വന്ന് നിൽക്കുകയും പോവുകയൊക്കെ ചെയ്യും. പക്ഷെ ആളിത്തിരി വലുതായതുകൊണ്ട് അവർക്ക് എടുത്തിട്ട് പോകാനുമ്പോൾ പക്ഷിക്ക് പറക്കാനും ആവില്ല, പറക്കാറുമായിട്ടില്ല. അങ്ങനെ അവിടെ ഇങ്ങനെയായി. അപ്പം ഞാൻ പിന്നെ മിണ്ടാതെ വിട്ടു. കുറച്ച് കഴിഞ്ഞ് രാത്രി മെല്ലെ ഞാൻ വന്ന് നോക്കി. മൊബൈലടിച്ച് നല്ല ഉറക്കമാണ്. പക്ഷേ എനിക്ക് സങ്കടം. ഞാൻ വിചാരിച്ച എൻ്റെ അമ്മയും അച്ഛനൊക്കെ ആയിട്ട് കൂടെ വന്നിരിക്കും. പക്ഷെ അവരൊന്നും വന്നില്ല. അപ്പോൾ പിന്നെയാണ് നമ്മുടെ അനിയൻകുട്ടൻ പറഞ്ഞത് അതവിടെ എവിടെയൊക്കെ മാറി ഇങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങിയപ്പോൾ ഞാൻ രാത്രി മഴ പെയ്യല്ലേന്ന് മാത്രം പ്രാർത്ഥിച്ചു. എന്തായാലും ദൈവം സഹായിച്ച് മഴ പെയ്തില്ല. നെക്സ്റ്റ് ഡേ എന്തായി എന്നറിയാൻ നോക്കിയപ്പോൾ രാവിലെ അപ്പുറത്ത് കിളിയുടെ ബഹളക്കട മമ്മ എടുത്തത് അവിടെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓരോരുത്തരിങ്ങനെ പറഞ്ഞു കേട്ടിട്ട് നന്ദി അറിയിക്കാൻ വരുമെന്നൊക്കെ. അപ്പം ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ അത് പറഞ്ഞ് ഞാൻ കണ്ടില്ല. മതിലേൽ അവിടെ ഇരിക്കുന്നത് ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ആ മതിലേൽ അവിടെ ഇങ്ങനെ വന്നിരുന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി അടുത്ത വീട്ടിലെ പറമ്പിൽ കണ്ട പറന്ന് കിടക്കുന്നത് പറക്കുന്ന താഴെ വീഴും. കാരണം ഒന്നും എനിക്ക് മനസ്സിൽ കുറച്ച് പറക്കാനായിരുന്നു. കാരണം അമ്മയും അച്ഛനോട് അവിടുന്ന് പറത്തി കൊണ്ടുപോവാണ്. അപ്പോൾ ഒരു പൊക്കത്തിൽ പറന്നപ്പോൾ എന്താ താഴെ പോയിട്ട് അവിടെ ഉണ്ട് കേട്ടോ പുല്ലിന്. പിന്നെ അവിടുന്ന് പറത്ത് നോക്കിക്കാണേ അതാ പറന്ന് പോയി. അങ്ങനെ പോയിട്ട് ചട്ടിയിലിരിക്കും. ആ ഒരു ചട്ടിയുണ്ട്, അവിടെ പോയിരിക്കും. പിന്നെ അവിടെ ഇങ്ങനെ പറന്ന് അവിടെ ഇരിക്കില്ല, കാണാൻ പോലും ഇല്ല. ഇവിടെ മുകളിൽ എൻ്റെ പാരൻസ് ഭയങ്കര എൻകറേജ് ചെയ്യുന്നുണ്ട്. അവരെ കരച്ചിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം. അങ്ങനെ എൻകറേജ് ഒടുവിൽ ആളൊരു പറക്കിൽ പറന്നു പോയിട്ട് ആ ഓസിൻ്റെ ഇടയിൽ അവിടെ പോയിട്ട് വീണ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ അത്രയും പൊക്കത്തി പറക്കാനായിട്ട് മരമൊന്നുമില്ല. എന്നാലും അതിൻ്റെ അച്ഛനമ്മ ഇങ്ങനെ കരഞ്ഞ് കിളികൾ ഇങ്ങനെ കരഞ്ഞ് അതിനെ എൻകറേജ് ചെയ്ത് നല്ലൊരു പാരൻറ്റിങ്ങാണ് ഞാൻ നടക്കേണ്ട. കുഞ്ഞിനെ നല്ലോണം എൻകറേജ് ചെയ്ത് ഒപ്പം നിന്ന് ഇങ്ങനെ വേണം നമ്മളൊക്കെ ചെയ്യാൻ. എന്തെങ്കിലും ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് ഒപ്പം നിൽക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾ പല രീതിയിൽ മക്കള് സ്യൂസൈഡിനൊക്കെ പോകുന്നത്. കണ്ടോ ആ ഓസിൻ്റെ അവിടെ ഒരു വെള്ള പൊട്ടുണ്ടോ, അതാണ് കക്ഷി. അപ്പൊ എന്താ ചെയ്യുന്നതൊക്കെ ഞങ്ങളും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കണ്ട ഇപ്പം ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ഇരിക്കുന്നതാണ് മറ്റേതിൻ്റെ അമ്മക്കിളിയോ അച്ഛൻകിളിയോ ആരോ ആണ്. ആളിങ്ങനെ ചാടി കുറച്ചായിട്ടിരിക്കുകയാണ്. ഏതായാലും ഞങ്ങളും വളരെ ക്ഷമയോടെ നോക്കിയിരുന്നു. കാരണം അതിന് നല്ലൊരു പര്യാവാസം, പൂച്ച പിടിക്കാതെ പാമ്പ് വിഴുങ്ങാതെയൊക്കെ പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പൊ പിന്നെ ആ കിളികള് പറത്തി കൊണ്ടുപോവുകയാണ്. അപ്പൊ മുഴുവൻ പറത്തിക്കൊണ്ട് പോകണമെന്നും ഒന്നേത് കണ്ണിൽ കാണുന്നില്ല. ഞാനിത് സൂം ചെയ്ത് വെച്ചിട്ടാണ് ഇത്രയെങ്കിലും കാണുന്നത് കേട്ടോ. അവരിങ്ങനെ പറത്തി കൊണ്ടുപോയി. ഞങ്ങൾ നോക്കുമ്പോൾ മെല്ലെ പറത്തിക്കൊണ്ട് മതിലിന്റെ മുകളിൽ കൊണ്ടെത്തിച്ചു. പിന്നെ അതിനെ കാണാനില്ല, ദൂരെ നോക്കി കാണാനില്ല. അത്രേ ആള് പിന്നെ പറപ്പിച്ചോണ്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇതെന്താ ഇത്ര സൂം ചെയ്ത് വെച്ചിട്ടാണ് ഇത്രയും കാണുന്നത്. ഇല്ലെങ്കിൽ ദൂരെ നിന്ന് തീരെ കാണാനില്ല. കാരണം ഇനിയൊരു വീടിന്റെ മുറ്റത്തുമാണ് താനും. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കള് എന്തെങ്കിലുമൊക്കെ വിഷമം കാണിച്ചാലും അല്ലെങ്കിൽ അവരെന്തെങ്കിലും അബദ്ധം കാണിച്ചാലും ഒക്കെ അച്ഛനും അമ്മയൊക്കെ അവനെ കുറ്റപ്പെടുത്തുക. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞു ഇപ്പൊ എന്തായി അങ്ങനെയൊക്കെ ചോദിച്ച് കുറച്ച് ശകാരിക്കുന്നതിന് പകരം അവരൊപ്പം നിന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് എൻകറേജ് ചെയ്യുകയാണെങ്കിൽ അവരെ തെറ്റ് മനസ്സിലാക്കുകയും ചെയ്യും. കണ്ടോ ദൂരേക്ക് ആക്കിയപ്പോൾ അതാണ് സൈസ്. ആള് പറന്നു പോവാണ്. ആളതാ അവിടെ നിൽക്കുന്നതിന് അവിടുന്ന് പിന്നെ അമ്മയും അച്ഛനും കൂടെ പറത്തിക്കൊണ്ടുപോയി. അപ്പം നല്ലൊരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രതീക്ഷിതമായി കിട്ടുന്ന കണ്ടന്റ് ആണെങ്കിൽ കൂടെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയതായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്തിട്ട്. അപ്പോൾ വീണ്ടും പിന്നെ കമന്റ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നൊരു ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.